അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അറിവിന്റെ ഉടമയായവൻ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവയിൽ തന്റെ അടയാളങ്ങൾ വച്ചിരിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സൃഷ്ടിയിലും അവൻ ചിതറിച്ചു വിട്ടിരിക്കുന്ന ജീവികളിലും ഉറച്ച വിശ്വാസമുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും ഓരോ പ്രകൃതി വിസ്മയവും അല്ലാഹുവിന്റെ ശക്തിയെയും ജ്ഞാനത്തെയും ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന് അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ അസ്തിത്വത്തിന്റെ തെളിവാണ്. ഇനി ചില ഉദാഹരണങ്ങൾ നോക്കാം. അവയിലൂടെ അല്ലാഹുവിന്റെ ദിവ്യരഹസ്യത്തെ തിരിച്ചറിയാം. പല്ലിയുടെ മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുട്ടയിട്ട ദിവസം ആ മുട്ട പൊട്ടിച്ചാൽ അതിനകത്ത് അല്പം വെള്ളം പോലെയുള്ള ദ്രാവകം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം കൃത്യം 11 ദിവസങ്ങൾക്കുള്ളിൽ ആ ദ്രാവകം ഒരു പൂർണ്ണ ജീവിയായ പല്ലിയായി മാറുന്നു. എത്രയെത്ര ബയോകെമിക്കൽ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ആ മുട്ടയ്ക്കകത്ത് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തന്റെ സൃഷ്ടിയിൽ ഇത്തരം അത്ഭുതങ്ങൾ വെച്ചിരിക്കുന്നു നമ്മെ ചിന്തിപ്പിക്കാൻ. ഖുർആനിൽ പറയുന്നു, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് നിസ്സാരമായ ഒരു ദ്രാവകത്തിൽ നിന്നാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സകല ജീവനും അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ 21-ാം ദിവസം കൊക്കുള്ള നഖങ്ങളുള്ള, കാലുകളുള്ള, ചിറകുകളുള്ള, ഇറച്ചി നിറഞ്ഞ ഒരു കോഴിക്കുഞ്ഞ് പുറത്തുവരും. ആ ചിത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടി. ഒരു വിരിയാറായ കോഴിമുട്ടയും താറാവുമുട്ടയും കുളക്കടവിൽ കൊണ്ടുപോയി വെള്ളത്തിനടുത്ത് വെക്കുക. ദൂരെ നിന്ന് നോക്കുക. കോഴിമുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞ് പുറത്തുവരും. താറാവുമുട്ട പൊട്ടിച്ച് താറാവ് കുഞ്ഞ് പുറത്തുവരും. രണ്ടും വെള്ളത്തിലേക്ക് നോക്കും. കോഴിക്കുഞ്ഞ് വെള്ളം കണ്ട് പേടിച്ച് പുറകോട്ട് പോകും. എന്നാൽ താറാവ് കുഞ്ഞിനറിയാം വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ലെന്ന്. രണ്ടും മുട്ടയ്ക്കകത്ത് നിന്നുണ്ടായതാണ്. എന്നിട്ടും എങ്ങനെയാണ് താറാവ് കുഞ്ഞിന് ആ അറിവുണ്ടായത്? വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ലെന്ന് എങ്ങനെയാണ് കോഴിക്കുഞ്ഞിന് അറിയുന്നതുള്ളത്തിൽ ചാടരുതെന്ന്? ആരാണ് ഈ വിവരം കൊടുത്തത്? ഇത് അല്ലാഹുവിന്റെ ഫിത്ര അഥവാ സഹജാവബോധമാണ്. അല്ലാഹു ഓരോ ജീവിയിലും തന്റെ ജ്ഞാനത്തിന്റെ ഭാഗം നൽകിയിരിക്കുന്നു. ഖുർആനിൽ പറയുന്നു, അല്ലാഹു ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ അടയാളങ്ങൾ വിവരിക്കാൻ സാധിക്കില്ല. അത് അല്ലാഹുവിന്റെ മഹത്വമാണ്. പശുക്കുട്ടിയെയോ പശുവിനെയോ ഒരു വലിയ പുൽമേടയിൽ മേയാൻ വിടുക. ആ പശു തിന്നുന്ന പുല്ലുകൾ മുഴുവൻ നോക്കിയിരിക്കുക. ആ പശു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പച്ച പോലുള്ളത് തിന്നില്ല. കാരണം എന്ത്? പശു ഏതെങ്കിലും രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണോ? പുൽമേട്ടിൽ ആരെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അതിൻ്റെ തലച്ചോറിൽ അല്ലാഹു ആ അറിവ് എഴുതി വച്ചിരിക്കുന്നു. ആ അറിവിനെയാണ് ദൈവീക രഹസ്യം അഥവാ അല്ലാഹുവിൻ്റെ ഇൽമ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം ആത്മാവിൻ്റെ ചൈതന്യമായി നമ്മളിലുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്ന അല്ലാഹുവിൻ്റെ കൽപ്പനയാൽ. ഖുർആനിൽ പറയുന്നു, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സകല ജ്ഞാനവും അല്ലാഹുവിൻ്റേതാണ്. കാനഡയിലെ ആർട്ടിക് സമുദ്രത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് സാൽമൺ മത്സ്യങ്ങൾ വന്ന് മുട്ടയിടും. ആ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ സാൽമൺ ക്രീക്കിലൂടെ ആർട്ടിക് സമുദ്രത്തിൽ നിന്ന് താഴോട്ട് പോയി പസഫിക് സമുദ്രത്തിലൂടെ സൗത്ത് അമേരിക്കയുടെ താഴേക്കൂടെ സൗത്ത് ആഫ്രിക്ക കടന്ന് അറ്റ്ലാന്റിക് സമുദ്രവും കടന്ന് വീണ്ടും തിരിച്ചെത്തും. 3 വർഷങ്ങൾക്കു ശേഷം ആ കുഞ്ഞുങ്ങൾ വലിയ സാൽമൺ മത്സ്യങ്ങളായി മാറിയതേ സ്ഥലത്ത് മുട്ടയിട്ടലയടിച്ചു മരിക്കും. ഒരു സീസണിൽ ഏതാണ്ട് 32 ലക്ഷം ടൺ സാൽമൺ മത്സ്യങ്ങൾ മരിക്കും. അവയെ തിന്നാൻ കരടികൾ വരും. ഈ സാൽമൺ മത്സ്യത്തോടവിടെ നിന്ന് വിരിഞ്ഞ് ദൂരദേശങ്ങൾ കടന്ന് തിരിച്ചുവന്ന് മുട്ടയിട്ട് മരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. ഖുർആനിൽ പറയുന്നു, പക്ഷികളെ നോക്കുക, അവയുടെ ചിറകുകൾ വിരിച്ചും ചുരുക്കിയും പറക്കുന്നത്. റഹ്മാൻ അല്ലാതെ ആരാണ് അവയെ പിടിച്ചു നിർത്തുന്നത്? അതുപോലെ മത്സ്യങ്ങളുടെ പ്രവാസവും അല്ലാഹുവിന്റെ അടയാളമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് അല്ലാഹുവാണ്. കണ്ണിന് കാഴ്ച നൽകുന്ന ശക്തി, ചെവിക്ക് കേൾവി നൽകുന്ന ശക്തി, നാവിന് സംസാരിക്കാനും രുചിക്കാനും സഹായിക്കുന്ന ശക്തി, എല്ലാം അല്ലാഹുവിൻ്റേതാണ്. ഞാനും അല്ലാഹുവിന്റെ ചൈതന്യത്തിന്റെ ഭാഗമാണ്. ഖുർആനിൽ പറയുന്നു, ഞങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മുടെ റൂഹിൽ നിന്ന് ഊതിയതാണ്. ഫേസ്ബുക്കിൽ ഡോക്ടർ ദിവ്യ നാരായണൻ ഇത് വ്യക്തമായി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ അസ്തിത്വം വ്യക്തമാകുന്നു.
അള്ളാഹു മനുഷ്യന് നൽകിയ എല്ലാം ജീവൻ, ജ്ഞാനം, പ്രകൃതി അവന്റെ അസ്തിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ അടയാളങ്ങൾ ചിന്തിക്കുന്നവർക്ക് പാഠമാണ്. അല്ലാഹുവിന് സ്തുതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.